പുതിയൊരു സ്ഥലം കണ്ണ് കെട്ടിവിട്ടാലും നമ്മൾക്ക് കൂടെ പോകാനായിട്ട് പറ്റും. നമ്മുടെ ഫസ്റ്റ് ഔട്ടിങ്, അതായത് നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് ഔട്ടിങ് ആണ് ഗൈസ്. പക്ഷേ ഇതുവരെ ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ ഇടും. ഇപ്പോഴാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എന്നാൽ പിന്നെ നമുക്ക് എടുക്കാം. ഇപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോയിണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പൊ നമ്മൾ ഇനി എന്താ ബസ് കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകണം. ഫുഡ് കഴിക്കാൻ അടിക്കണേ അല്ലേ? ഞാൻ അടുത്ത് ഞാൻ ഇടൂല ചോദിച്ചപ്പോഴാണ് ആൾക്കാരൊക്കെ എന്നെ കണ്ടിട്ട് ഞാൻ ഈ ഫോൺ പിടിച്ച് നോക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ പോയപ്പോഴേ 2-3 കുട്ടികളെ എന്നെ നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ തിരിച്ച് എന്റെ വീഡിയോ കാണുന്നവരെ ഭയങ്കരമായിട്ട് ചിരിച്ചു. വീഡിയോ കണ്ടവരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കാണുന്നവരാണെങ്കിൽ എൻ്റെ അടുത്തൊന്നും വേണ്ടത്. എനിക്കത് ഇഷ്ടമാണ്. ആരെങ്കിലും വേണ്ടേ? ക്രോസ് ചെയ്യണല്ലേ ഇവിടെ ഇപ്പോഴും ബസ് ഏത് സൈഡിലാണെന്ന് അറിയില്ല. ഇപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ഫോട്ടോ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്റെ തല എന്റെ കയ്യിലായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുള്ള കേസ് ഇവിടെ ഇല്ലേ. ഇവര് റോഡ് സൈഡ് വന്നാലും എന്ത് ചെയ്താലും ഇവരില്ലേ നമ്മളിടിക്കും. അല്ല വണ്ടി അതൊരു ഇതില്ലാത്ത ഞാൻ പറയണ കേട്ടില്ല. എങ്ങനെ പോണേ എന്തിന് apartments. Which apartment? Where it is actually? Saptagiri. No, Saptagiri. This is Janalika. Chikkapandavara. So Chikkapandavara is that side. That side. That is not here. Okay, thank you. Okay, thank you. എന്നെ കോണ്ടാക്ട് ചെയ്യാം. കണ്ട മുല്ലപ്പൂ വെച്ച് പോണേ പച്ചാത്തേനെല്ലാരും ബസ് കയറി. ബസ് എടുത്തിട്ട് അതിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ചോദിക്കട്ടെ എങ്ങോട്ട് കൊത്തിയില്ല ദൂരമില്ല. കുറെ മന്ദബുദ്ധികളാണ് കേസ് എന്റെ കൂടെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാം. ഞങ്ങളുടെ കോളേജിന്റെ പിടിക്കുന്ന ബസ്സിലെ സപ്തഗിരിക്കൊക്കെ പൈസ ചെലവായിട്ടുണ്ടാവും. ഇനി ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ പോണതൊക്കെ ഞാൻ കാണിച്ചതാ കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇതൊരു ബുദ്ധിയല്ലോ. ഞാൻ ചിലപ്പോഴാട്ടുള്ളൂ, ചിലപ്പോൾ നാട്ടിൽ വന്നിട്ട് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നിയിട്ട് വരും. ഞാൻ എന്തൊക്കെയാണോ പറയാം. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതാ. ഞാൻ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ചോളാം ഞാൻ പറഞ്ഞത്. സോ ഞാൻ പാസ്സായല്ലോ, അപ്പൊ ഞാൻ മെഴുകുതിരി കത്തിക്കണം. എന്നെ ഒരു വ്ളോഗ് എടുക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലുമൊക്കെ തന്നെ ചൊറിഞ്ഞോണ്ടിരിക്കും. എനിക്ക് സുഖം കിട്ടണമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പല്ലേ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ നല്ല റഷാണ്. ഞാൻ പറയണ കേൾക്കാണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിപ്പോ കാണുമ്പോൾ ഞാൻ പൊട്ടിയാന്ന് വിചാരിക്കില്ലേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇതെനിക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുക. ഫോണും പിടിച്ച് ഞാൻ ഇങ്ങനെ എന്ത് കാട്ടണേ അല്ലേ? നിങ്ങൾക്ക് എന്നെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും വേണ്ട. ഒരു എത്താറായി കഴിച്ചു. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഡിമാർട്ടിന്റെ അവിടെ എത്താറായി. ഡിമാർട്ടിന്റെ അവിടെ എത്താറായി. ഇപ്പോഴാണ് ഒരാൾക്ക് ഓർമ്മ ഐസ്ക്രീം തിന്നാൻ പറ്റും. അവിടെ ഇല്ലേ 10 രൂപയ്ക്ക് നല്ല ഐസ്ക്രീം കിട്ടും. സോഫ്റ്റ് ഐസ്ക്രീം
നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി. ടിക്കറ്റ് എടുത്ത് പോയി നമ്മുടെ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇല്ലേ നമ്മുടെ ബസ്സിലെ പോലെ അല്ല. ഇവിടെ നമുക്ക് സ്കാനൊക്കെ ചെയ്ത് പൈസ കൊടുക്കാം. നാട്ടിൽ സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാം. അറിയില്ല, പക്ഷെ ഇവിടെ എല്ലാ ബസ്സിലും എവിടെ വേണമെങ്കിലും ഇരിക്കാം. പിന്നെ അതുപോലെ ഇല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക്, അതായത് കർണാടകയിലത്തെ ആൾക്കാർക്ക് ആധാർ കാർഡ് കാട്ടിയിട്ട് ഇവിടെ ഗേൾസിനല്ലേ ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടെ അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലല്ലോ. പിന്നെ അതുപോലെ നമ്മുടെ അടുത്തൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ അത്യാവശ്യം പൈസ ഒന്നും പറഞ്ഞിട്ട് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 രൂപയൊക്കെ ഉള്ളൂ ടിക്കറ്റ്. അങ്ങനെ കുറേ സംഭവങ്ങൾ കന്നഡയിൽ മാറ്റുന്നുണ്ട്. ഐ തിങ്ക് നമ്മുടെ കേരളത്തിലും ഇങ്ങനത്തെ ഒക്കെ മാറ്റങ്ങൾ വരണം. അവിടെ ആധാർ കാർഡ് ഇങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഫ്രീ ആയിട്ട്. പിന്നെ അതുപോലെ മെട്രോയ്ക്ക് അത് ഒരു ദിവസം എന്തോ കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പൈസ കൊടുക്കണ്ട. ആ ഒരു കാർഡിൽ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് ആ ഒരു കാർഡ് വെച്ചിട്ട് എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പുരോഗമന സ്കീം ഇപ്പൊ ബ്ലോക്കാ. ഇവിടെ ആകെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാ ബ്ലോക്ക്. നല്ല ബ്ലോക്കാ. ഇനി നമുക്ക് ഇപ്പൊ 100 വട്ടം ഞാൻ പറയണ ഫുഡ് കഴിക്കാൻ പോകും. ഞാൻ പറയണ കേൾക്കണ്ട. ഞാൻ ആരോട് ചോദിക്കണേ? കേൾക്കണ്ടാവും. കേൾക്കില്ലേ? കേൾക്കണ്ടാവും. എച്ചുതരം പറയണ കേട്ടോ. വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്താ അറിയോ, ഇത്ര നാളെ വീട്ടിൽ നിൽക്കുമ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കാനായിട്ട് തോന്നില്ല. പക്ഷെ ഇവിടെ അങ്ങോട്ട് വന്നതും എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുക. പക്ഷെ നമ്മളെടുത്ത് ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല എന്നല്ല, അങ്ങനെ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. പിന്നെ എല്ലാത്തിനും ഒരു മഴ ചാട്ടപ്പ്. വീട്ടിലിങ്ങനെ നിന്നിട്ട് ഇവിടെ വന്നിട്ട് പറ്റാത്ത പോലെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തോന്നും. വീട്ടിൽ നിന്നാണെങ്കിൽ അച്ഛനൊക്കെ വിളിച്ചിട്ട് ഇത്ര നാൾ നിന്നിട്ട് പോയിപ്പോ അവർക്ക് വിഷമായി എന്ന് പറയാ. സോ ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാര് പുറത്ത് പോയാലും ഫോൺ നോക്കും, ഹോസ്റ്റലിൽ ഇരുന്നാലും ഫോൺ നോക്കും. കുറച്ച് നേരം അതൊന്നും എടുത്തേക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഏത് നേരം ഇവര് ഫോണിന്റെ ഉള്ളിലാ. ഇവരങ്ങനെ ഇങ്ങനെ ജീവിക്കണേ ദൈവത്തിന്റെ അറിയാം. ഫുൾ ടൈം ഫോണിന്റെ ഉള്ളില് പ്രതികിട്ടാ അല്ല പിടികിട്ടാ മീനാശിയില്ലേ പുതിയ ഫോൺ മേടിച്ചു. അതിന്റെ ഷോയാണ് ഇപ്പൊ കാണിക്കുന്നത്. iPhone 17 Pro Max. കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യും. എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ കുറെ കമന്റ് ഞാൻ കണ്ടുകൂട്ടാ. ഞാൻ കമന്റ്സിന് റിപ്ലൈ തരുന്നില്ല, ഞാൻ ആക്റ്റീവ് അല്ല. എനിക്കറിയാം, ഞാൻ വീട്ടിൽ പോയിപ്പോ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ കുറച്ച് ആക്റ്റീവൊക്കെ ആയിട്ട് ആക്റ്റീവ് അല്ലാണ്ടൊക്കെ പറഞ്ഞു. അത് നമുക്ക് ശരിയാക്കാം. കുറെ കമന്റ്സ് ഞാൻ കണ്ടു. ഇനി നമുക്ക് അങ്ങോട്ട് നമ്മുടെ ചാനൽ വഴിയതിനെക്കാട്ടിലും അടിപൊളിയാക്കണം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതായത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് നമുക്ക് 20K ആവണം. ഇനി കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ നമുക്ക് 20K സബ്സ്ക്രൈബേഴ്സ് ആവാൻ. അപ്പോൾ വേഗം നമുക്ക് 20K ആവണം, 25K ആവണം, 30K ആവണം. പിന്നെ ഗീവവേയുടെ കാര്യം ചോദിക്കണ്ടേ? ഗീവവേ നമ്മൾ അടുത്ത് തന്നെ വെക്കും കേട്ടോ. ഒരു സൂപ്പർ ഡൂപ്പർ ഗീവവേ നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ഗീവവേ വെക്കുന്നുണ്ട്. അപ്പൊ അതിന് വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ പിന്നെ കമന്റിനൊക്കെ ഞാൻ റിപ്ലൈ തരും കേട്ടോ. പിന്നെ ഇൻസ്റ്റയിൽ കുറച്ച് മെസ്സേജ് വന്നിട്ട് അതിലും ഞാൻ റിപ്ലൈ തരും. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും. ഇനി ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഇനി നമ്മുടെ അക്കൗണ്ട് വെച്ചിട്ടുണ്ടോ? അല്ലല്ല, പരിഷ്കാരം സീക്കോട് കഴിഞ്ഞില്ലേ? ഇനി നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പക്ഷെ നിങ്ങളെ കൂടി വിചാരിക്കണം. ഞാൻ മാത്രം വിചാരിച്ചിട്ട് കയറിയല്ലോ. അപ്പൊ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യും. മെസ്സേജ് അയച്ചവർക്കൊക്കെ റിപ്ലൈ തരാം, കമന്റ് ഇട്ടവർക്കൊക്കെ റിപ്ലൈ തരാം. എല്ലാവർക്കും റിപ്ലൈ തരാം. കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയി, അതാണ് സംഭവം. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, I hope you guys are always supportive. ഇനി അപ്പം ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇനി വരും. എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോൺ എടുത്തിട്ട് ഇപ്പം നാട്ടുകാർ മൊത്തം ഈ വഴി കൂടെ പോകണ നാട്ടുകാർ മൊത്തം ഇപ്പം നോക്കണ്ടാവും. ഞാൻ ഈ കാട്ടാൻ കാണിക്കുന്നത്. പക്ഷെ എനിക്കിത് ഇഷ്ടമാണ്.
ഇവര് വരെ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മളിതൊക്കെ തരണം ചെയ്താലാണ് നമ്മളൊരു നാണമില്ലാത്ത ആളായി മാറുള്ളൂ. ഞാൻ എന്തൊക്കെ പറഞ്ഞു. ഇനി എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ നമ്മളെ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എത്തി കഴിച്ച് നമ്മൾ ഇറങ്ങാൻ പോവാം. കാണിച്ചു തരാവേ. സപ്തഗിരിയുടെ അവിടെ എത്തി. സപ്തഗിരിയുടെ അവിടെ നിന്ന് നമ്മളിനി ഇറങ്ങണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നാട്ടുകാർ മൊത്തം എന്നെ ഇങ്ങനെ നോക്കും. കാരണം ഞാൻ എന്തി കാണിക്കണേ എന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ആരെന്തിട്ടാലും അത് ആതിരയുടെ എന്നാണ് വിചാരിച്ചത്. എന്റെ ഉണ്ട് അതുപോലത്തെ. അതാ ഞാൻ ഉള്ളത് എന്റെ അല്ലാന്ന് എനിക്കറിയാം. നമ്മൾ ഇറങ്ങട്ടെ. ചിലപ്പോ ഇവിടുത്തെ ബസ്സൊക്കെ നമ്മൾ നിർത്തുന്നതിന് മുന്നെടുത്തിട്ട് പോകും. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് സ്വാഭാവികം ഇനി അങ്ങടല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ദൈവമേ, നാട്ടുകാരും മൊത്തം നോക്കുന്നു. എവിടെ പൈസയാണോ? ഭയങ്കര പൈസയാണോ അവിടെ? ഇവിടെ ഫുട്പാത്ത് പോലെയൊക്കെ എന്തൊക്കെ ഉണ്ട്. ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യും. നമ്മൾ നാണമില്ലാത്ത പോലെ. ഇത് നമ്മുടെ ഏരിയ ആണ് ഗൈസ്. ഇനി അങ്ങോട്ട് കുറച്ച് സ്ഥലമൊക്കെ നമ്മുടെയാണ്. ഇനിയിപ്പോ വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടക്കും. ഈ സ്ഥലമൊക്കെ നമ്മുടെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കണ്ണ് കെട്ടിവിട്ടാലും നമ്മൾക്ക് ഇത് കൂടെ പോകാനായിട്ട് പറ്റും. പക്ഷെ കണ്ണ് കെട്ടി വിടരുത്. കണ്ടോ ഇത്? ഇതൊക്കെ ഞാൻ പറയാമേ. മാക്ഡൊണാൾഡ്സിക്കല്ലോ KFCക്കല്ലേ പോണേ? നമ്മൾ KFCക്കാ പോണേ. പക്ഷെ മാക്കിന്റെ അവിടെ വരുമ്പോ കാണിച്ചുതരാം. എന്റെ ഫാൻസ് ഉണ്ടോ ഇവിടെ? ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. പൊടി അടിച്ചിട്ടുണ്ട്. കാരണം എന്താ അറിയോ, എന്റെ ഫോണിന്റെ ഈ ഡിസ്പ്ലേ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എന്തോരം പൊടി ഉണ്ടായിരുന്നു. അതിന് മാത്രം പൊടി ഞാൻ അടിച്ചിട്ടുണ്ട് എന്റെ മുഖത്ത്. നമ്മൾ ഫുഡ് അടിക്കാൻ എത്തിയിരിക്കുന്ന ഗൈസ് KFCക്കാണ് പോണത്. പോയിട്ട് നമുക്ക് നോക്കാം എന്താ ഓർഡർ ആക്കണേന്ന് എനിക്ക് അറിയില്ല. കണ്ണാടിയിൽ നോക്കിയിട്ട് വരാം. ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തിട്ടാണോ നോക്കണം. അൺലിമിറ്റഡ് സേവിങ്സ് അതിലെന്താ അൺലിമിറ്റഡ്. നമ്മൾ ഓർഡർ ചെയ്തു. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തു? നമ്മൾ ഇതാണ് ഇതല്ലല്ലോ ഓർഡർ ചെയ്തേ. നമ്മൾ ഏതടി ഓർഡർ ചെയ്തേ? സൺഡേ ഫസ്റ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കാൻ. ഇത് തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലോ, നിനക്കറിയാം. നമുക്ക് പോയി ഇരിക്കാം. ഇവരെന്താ AC ഇടാത്തെ? AC ഇടാത്ത ഉണ്ടാവും. നമ്മളിനി വന്നിരുന്നു. സാധനം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് എടുക്കാം. ഇതൊക്കെ കുറവാണ്. എനിക്ക് വേണ്ടിയിരുന്നു. പക്ഷെ എന്താ പറയാ, ഒന്നുമില്ല, കാറ്റുമില്ല, ഒന്നുമില്ല. നമുക്ക് ഫുഡ് കഴിക്കാം. കംപ്ലൈന്റ് പിള്ളേരെന്തോ ചക്കക്കൂട്ടം കണ്ട പോലെ കാണിക്കണേ. ഉണക്ക കൊണ്ട് വയ്ക്കണത് ഇപ്പൊ ഉണങ്ങി കിട്ടും. ഉണങ്ങിയാ കുളിച്ചിട്ട് വന്നാണോ? മതി, പോവാം. നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ ACBക്ക് പോവാം. ACB ഇവിടെ അപ്പുറത്തുള്ള ഒരു ലേഔട്ട് ഡേയ്സ്. അവിടെ പോയിട്ട് ഞങ്ങൾ ഇനി വെറുതെ ഇരിക്കും. ഒരു കാര്യമില്ല, വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു 10 വട്ടം നടക്കും. അപ്പൊ ഞാൻ കുറച്ച് കേട്ടോ അങ്ങോട്ട് പോവാണ്. ഇതിന്റെ കൂടെ പോയിരിക്കാട്ടോ. നമുക്ക് എന്തായാലും നമ്മൾ വന്നതല്ലേ. ഞാൻ ഇതിനോട് പോയിരിക്കാം. ഇവരൊക്കെ വന്ന് എന്നെ ഓടിപ്പിച്ചു വിട്ടു. പിന്നെ അവിടുത്തെ കടക്കാർ നമ്മളെ നോക്കി തെറി പറയും. കാരണം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. KFC പോയി നമ്മൾ തിന്നു. എന്നിട്ട് നമ്മൾ മെക്കിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാം. ഞാൻ പറയണത് കേൾക്കണ്ട. ഞാൻ ഭയങ്കര സൗണ്ട് കുറച്ച് തന്നെ ഞാൻ പറയണേ.
ഇനി എങ്ങോട്ടാ പോണേ? AGBക്കല്ലേ? മാപ്പിനോട് മായക്കണ്ണൻ. നമ്മക്ക് ഈ മായക്കണ്ണനും കുട്ടൂസിനൊക്കെ അല്ലേ അറിയുള്ളൂ. ഇപ്പത്തെ പിള്ളേര് പറയണ കേൾക്കണം. എടാ മീനോ മറ്റേ ബനാനിയോ ആ സാധനത്തിന്റെ പേര് പറഞ്ഞ എന്താ എനിക്കിതൊന്നും അറിയില്ല. സഹൂർ എന്താ എനിക്കിതൊന്നും അറിയില്ല. ഇവർക്കിതൊക്കെ അറിയാം. എനിക്കില്ലേ അല്ല ഇത് ഇവിടുന്നാണ് കേട്ടോ എന്റെ 10K ഇവര് കേക്ക് വാങ്ങി തന്നെ 20K ലോഡിങ്. അപ്പൊ ഇവരടുത്ത കേക്ക് മേടിക്കും. നമ്മൾ 10K കേക്ക് എടുത്തിട്ട് വിടുന്നുണ്ടാവും. 20K ആവുമ്പോ അവരടുത്ത കേക്ക് ഇവിടെ തന്നെ മേടിക്കും. അതെന്താന്ന് അറിയില്ല, പക്ഷെ അത് ഉണ്ട് അങ്ങനെ ഒരു സംഭവം. സോഫ്റ്റ് കേക്ക് ഇല്ലേ? ചേട്ടന്റെ കൈ പൊള്ളിക്കണു. നല്ല നഴ്സുമാരാ കൈ പൊള്ളിയത് കണ്ടപ്പോ അതൊന്നും. കഴിഞ്ഞോട്ടം പോസ്റ്റിങ്ങിനല്ലേ? കഴിഞ്ഞോട്ടം പോസ്റ്റിങ്ങിനെ എനിക്കിതൊക്കെ ഒരു ഹരമായിരുന്നു. ഇവളും സ്നേഹം കൂടിട്ട് സ്നേഹത്തിന് ഇറങ്ങിപ്പോയി. അപ്പൊ പറ്റൂല പറഞ്ഞിട്ട് എനിക്കത് എന്തോ ഹരമുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ടോർച്ചൊക്കെ അടിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യം തലകറിഞ്ഞു നോണല്ലാണ്ട് പറയില്ല. ഞാൻ കേറിയ ദിവസം ഇറങ്ങിയ ദിവസമല്ലേ അവിടെ ഒരാൾ മരിച്ചു. നഴ്സിംഗ് പറ്റില്ല. ഞാൻ കേറിയ ദിവസം പറയട്ടെ. ഞാൻ ഇവിടുന്നാണ് ഞങ്ങള് വേഫർ വെച്ചത്. നല്ലാണോ? ഇല്ല കൊള്ളില്ല. ഇവിടെ റെന ഫാത്തിമ ഇല്ലേ, ബിഗ് ബോസിത്തെ റെന ഫാത്തിമ, അവളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ സൂപ്പറാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഞാൻ അവിടെ പോയി തിന്നു. പക്ഷെ 300 രൂപയായിരുന്നു ഒരു ബോക്സിന്. പക്ഷെ ആ 300 രൂപയ്ക്കുള്ള സാധനം അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടില്ല. എന്നിട്ട് അവർ ചോദിച്ചേട്ടാ എന്താ പറയാ റിവ്യൂ പറയാതെ പറഞ്ഞു. ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇവിടെ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ AGBയിലൊക്കെ ആൾക്കാർ കുറവാ, അല്ലെങ്കിൽ മൊത്തം ആൾക്കാരായി. ഈ ഒരു ടൈം അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചായിട്ട് ഇവിടെ ഭയങ്കര ആൾക്കാർ ശോകമാണ്. തന്നെ എന്താ ഐസ്ക്രീം കഴിക്കാനാ? സോഫ്റ്റ് ഐസ് ഇവിടെ ഇല്ല. സോഫ്റ്റ് ഐസ് ഇവിടെ ഇല്ല. നമ്മൾ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ നടക്കും കുറച്ചു നേരം. ഇനി വലുത് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോകും. 3 മണി വരെ എന്തോ ഔട്ടിംഗ് ഉള്ളോ. ഇപ്പൊ സമയം എത്ര വരി? ഇപ്പൊ 1:18. കുഴപ്പമില്ല. ഒരു 1.5 മണിക്കൂറുണ്ട്. ഇതൊക്കെ ധാരാളം. ഇവിടുന്ന് കുറച്ചുള്ളൂ ഹോസ്റ്റലിലേക്ക്. ഇപ്പൊ എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പുതിയൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ വെറുതെ കയറി ഒന്ന് മേടിക്കാനല്ല, പക്ഷെ വെറുതെ കയറി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് റീൽസൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് റീൽസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. ഞാനത് പോസ്റ്റ് ചെയ്യില്ലായിരിക്കും. ഇനി അത് കാണണം എന്നുള്ളവര് ഇൻസ്റ്റയിൽ ചിലപ്പോൾ ഞാൻ ഇടായിരിക്കും. എന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റിയിരിക്കും. അല്ലാണ്ട് ഞാൻ യൂട്യൂബിൽ ഇടില്ലായിരിക്കും, കാരണം എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോ ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്റെ ഫോണിൽ തീരെ ചാർജില്ല. ഇപ്പൊ റീൽസ് ഒക്കെ എടുത്തെടുത്ത് 6%. ഇവര് ഇന്ന് രാത്രിയില്ലേ ഡിവൽ ഡെഡ് കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിലപ്പോ ഒരു ജ്യൂസ് കുടിക്കായിരിക്കും, എന്നിട്ട് ഹോസ്റ്റലിലേക്ക് കയറും കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് എന്റെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വ്ളോഗല്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.